68 സങ്കീർത്തനം 15 മുതൽ 27 വരെയുള്ള തിരുവചനം. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്നു. പർവ്വതത്തെ നിങ്ങൾ സ്പർശിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സ്യങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാനങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കൽ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അത് ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്തുകളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരോടും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്.